കൃപാസനത്തിലെ ഈ പുണ്യഭൂമിയിൽ വന്ന് ഈ തിരുവൾത്താരയിൽ വെച്ച് 4ാമത്തെ പ്രാവശ്യവും എന്നെ സാക്ഷിയാക്കി ഉയർത്തിയ അമ്മ മാതാവിനും ഈശോ മിശിഹായ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഇതെൻ്റെ ഭാര്യ ബിനിത, മകൻ അഭിയേൽ, മകൾ അനീറ്റ. ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. എൻ്റെ ജീവിതത്തിൽ മാതാവ് വഴിയായി വളരെയേറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം വളരെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഞാനൊരു ഗവൺമെൻറ് ജീവനക്കാരനാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ എറണാകുളം ജില്ലയിലാണ് ജോലി ചെയ്തിരുന്നത്. സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ 3 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫർ എന്നൊരു സംഭവം ഉണ്ട്. അപ്പം 3ാമത്തെ വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷമായിട്ടും മറ്റ് പലർക്കും ട്രാൻസ്ഫർ ഉണ്ടായെങ്കിലും എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചില്ല. അപ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി അടുത്ത ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ നിനക്ക് വേറെ വല്ല അകലെയുള്ള ഏതെങ്കിലും ജില്ലയിലേക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനറൽ ട്രാൻസ്ഫറിൻ്റെ റിക്വസ്റ്റ് സ്പാർക്കിൽ വരുമ്പോൾ പെട്ടെന്ന് അപേക്ഷിക്കുക, അടുത്തുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് അന്നേരത്തെ അതത്ര ശ്രദ്ധിച്ചില്ല. അവസാന ഡേറ്റ് ആയപ്പോൾ ഞാൻ അപേക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഇൻകംബൻസി ഡീറ്റെയിൽസ് എറർ ഉള്ളതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ഹൈ റെക്കമെൻഡേഷൻ ചെയ്യണം, എന്നാലേ നിനക്ക് തൃശ്ശൂർ കിട്ടുകയുള്ളൂ. ഞാൻ തൃശ്ശൂരാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഞാൻ തമാശ രൂപേണ അവരോട് പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയ ആളെ തന്നെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ അപേക്ഷ എൻ്റെ അമ്മ മാതാവിനാണ് സമർപ്പിച്ചത്. അപ്പം ഞാൻ മാതാവിനോടൊരു കാര്യം പറഞ്ഞു, മാതാവേ, എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കിട്ടുകയാണെങ്കിൽ എൻ്റെ എല്ലാ ദിവസമുള്ള ദിവ്യബലി മുടങ്ങുകയില്ല. പകലെയുള്ള ജില്ലയിലാണെങ്കിൽ എനിക്ക് ദിവ്യബലിയിൽ എല്ലാ ദിവസവും സംബന്ധിക്കാൻ സാധിക്കുകയില്ല. അപ്പം ആ റിക്വസ്റ്റിൻ്റെ ഫലമായി ഞാൻ കാൻഡിൽ പ്രയർ റിക്വസ്റ്റും ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി 1 മാസത്തിന് ശേഷം കരട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 4 പേർക്ക് മാത്രമാണ് അതിൽ ട്രാൻസ്ഫറിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ പല വ്യക്തികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എറണാകുളം ജില്ലയും തൃശ്ശൂരൊക്കെ ചോദിച്ചിരുന്ന പല വ്യക്തികളും ഉണ്ടായിരുന്നു. അവർ ആ ലിസ്റ്റിൽ പെടാത്തത് കൊണ്ട് അവരത് സ്റ്റേ ചെയ്തു. അപ്പോൾ 6 മാസത്തോളം അത് കരട് ഓർഡർ ആകാതെ കിടന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ 6 മാസത്തിന് ശേഷം ഓർഡർ പ്രസിദ്ധീകരിച്ചു. എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ട്രാൻസ്ഫർ ലഭിച്ചു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ 2005 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റായി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് ജോലിയിൽ പ്രവേശിച്ചത്. അപ്പോൾ 15 വർഷം കഴിയുമ്പോൾ കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീം പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ്. എന്നാൽ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2022 എനിക്ക് കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീമിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചു. 1000 നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ പല അപകട ഘട്ടങ്ങളിലും ആക്സിഡൻറ്റുകളിൽ നിന്നും മാതാവ് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 2 പ്രാവശ്യം സ്കൂട്ടർ ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരിക്കൽ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സ്കൂട്ടർ വളയ്ക്കുന്ന സമയത്ത് എതിരെ നിന്നൊരു ബൈക്ക് വന്നു, പെട്ടെന്ന് ഇടിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ വല്ലാതെ പതറിപ്പോയി. എങ്കിലും എനിക്ക് പെട്ടെന്ന് മാതാവിൻ്റെ ഒരു സംരക്ഷണ കവചം എനിക്കും ആ ബൈക്കിന് മുമ്പിൽ നിൽക്കുന്നതായി അനുഭവപ്പെട്ടു. ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി ബൈക്കിൽ നിന്ന് എടുത്ത് ചാടി, ബൈക്ക് മറിഞ്ഞു. എങ്കിലും എനിക്ക് കാര്യമായ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിൽ നിന്ന് മാതാവ് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഇതിന് ശേഷം 6 മാസത്തിന് ശേഷം ഇതുപോലെ തന്നെ സമാനമായൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. എങ്കിലും അതിൽ നിന്നെല്ലാം എനിക്ക് ചെറിയൊരു പോറൽ മാത്രമേ സംഭവിച്ചുള്ളൂ. അതിൽ നിന്നെല്ലാം മാതാവിൻ്റെ സഹായത്താൽ വളരെ അത്ഭുതകരമായി എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. കാരണം ഞാൻ എൻ്റെ സ്കൂട്ടറിൽ മാതാവിൻ്റെ സ്റ്റിക്കറും, എപ്പോഴും എൻ്റെ സ്കൂട്ടറിൽ മാതാവിൻ്റെ കൃപാസനത്തിലെ ഒരു പത്രവും എപ്പോഴും എൻ്റെ സ്കൂട്ടറിൽ ഉണ്ടായിരിക്കും.
അപ്പോൾ മാതാവിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടൽ കൊണ്ടാണ് അന്നത്തെ ആ 2 ആക്സിഡൻറ്റിൽ നിന്നും എനിക്ക് യാതൊരു പരിക്കുകളും കൂടാതെ രക്ഷപ്പെടാൻ സാധിച്ചത്. മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കൂടാതെ ഒരിക്കൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെരുപ്പിടാൻ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ അനക്കം കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞായിരുന്നു അത്. അപ്പോൾ ചെരുപ്പ് അന്നേരത്തെ എനിക്ക് അത് കൃത്യമായി കാണാൻ സാധിച്ചത് കൊണ്ട് അതിൻ്റെ പാമ്പിൻ്റെ ഉപദ്രവം ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിച്ചു. സമാനമായ അനുഭവം എൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് വലിയ മൂർഖൻ പാമ്പുകളെ 2 പ്രാവശ്യം ഓഫീസിൻ്റെ അകത്ത് നിന്ന് പിടിച്ച് ഫോറസ്റ്റിനെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഓഫീസിൻ്റെ പരിസരത്ത് നിന്നും 2 പാമ്പുകളെ പിടിച്ചിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഓഫീസിൽ പാമ്പിൻ്റെ യാതൊരു ശല്യവും ഇല്ല. പിന്നെ അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭാര്യയുടെ കാര്യമാണ്. ഭാര്യയ്ക്ക് ഏകദേശം 20 വർഷത്തോളമായി അലർജിയുടെ അസുഖമുണ്ട്. അപ്പോൾ സീസണലായിട്ട് തണുപ്പ് മഴ അനുഭവപ്പെടുന്ന ആ അവസരങ്ങളിൽ ഭാര്യയുടെ പാദങ്ങൾ വിണ്ടുകീറുകയും പാദങ്ങളിൽ കുരുക്കൾ വന്ന് വ്രണമാവുകയും അത് പഴുത്ത് വളരെ വികൃതമായി ഭാര്യയ്ക്ക് നടക്കാൻ പറ്റാത്ത സന്ദർഭമായിരുന്നു. പലപ്പോഴും പല മരുന്നുകളും കഴിക്കും, താൽക്കാലിക ആശ്വാസം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. പിന്നീട് അടുത്ത സീസൺ ആകുമ്പോൾ അത് സ്ഥിരമായി വരുമായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, ഉടമ്പടി തൈലം പ്രയോഗിച്ചു. 2023 ഞങ്ങൾ കൃപാസന റാലിയിൽ പങ്കെടുത്തു. അപ്പോൾ 2024 ഞങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ 2024 ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി ഭാര്യയ്ക്ക് വീണ്ടും ഈ അലർജിയുടെ അസുഖം വന്നു. പല ഡോക്ടറെയും കാണിച്ചു, ആൻറ്റിബയോട്ടിക്കുകൾ എടുത്തു, എന്നിട്ടും യാതൊരുവിധ കുറവുണ്ടായിരുന്നില്ല. ഞങ്ങൾ കൃപാസന ഉടമ്പടി തൈലം പ്രയോഗിച്ചു, ഉപ്പുപയോഗിച്ച് കാല് കഴുകി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി ഒക്ടോബർ പകുതിയോടുകൂടി ഭാര്യയുടെ കാലിലെ ആ വ്രണങ്ങളും അലർജിയുടെ അസുഖങ്ങളും മാറി 2024 ഞങ്ങൾക്ക് കൃപാസന റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിനുശേഷം സാധാരണ ഡിസംബർ മാസത്തിൽ കാല് വിണ്ടുകീറി വ്രണങ്ങൾ വരിക പതിവാണ്. അതിനുശേഷം ഇതുവരെയും ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. സാധാരണ നിലയിലായി ഇപ്പോൾ കാല്, യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. മാതാവിനും ഈശോ മിശിഹായ്ക്കും 1000 നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങളുടെ നിയോഗത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും നിയോഗം വയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയുടെ കസിൻ ഇതുപോലെ തന്നെ ക്രൊയേഷ്യയിൽ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ അവന് ജോലിയിൽ വളരെ തടസ്സങ്ങളുണ്ടായിരുന്നു. അവൻ ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുകയും ഭാര്യ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു കൊടുക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവന് യാതൊരു കുഴപ്പവുമില്ല, നല്ല ജോലിയിൽ പ്രവേശിച്ചു. അടുത്ത് തന്നെ നാട്ടിൽ വരും, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കും. ഇതുപോലെ തന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായി ഞങ്ങളുടെ ബന്ധത്തിലുള്ള 2 കുടുംബങ്ങൾ, അത് ദാമ്പത്യ തകർച്ച മൂലം അവർ വിവാഹമോചനത്തിൻ്റെ വക്കിലായിരുന്നു. പല സിറ്റിങ്ങുകൾ കഴിഞ്ഞു, പല മധ്യസ്ഥരും ഇടപെട്ടു, എങ്കിലും അവർ പിരിയാനുള്ള തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. ഞങ്ങളത് നിയോഗത്തിൽ വെച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പോൾ ആ 2 കുടുംബങ്ങളും ഒന്നിച്ച് രണ്ട് കുടുംബങ്ങളും വിവാഹമോചനത്തിൽ നിന്ന് മാറി അവർ ഒരുമിച്ച് താമസിക്കുന്നു. ഇത്രയും വലിയ ഉപകാരങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോ മിശിഹായ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ കൃപാസന പത്രം വാങ്ങിക്കും. കൃപാസന പത്രം പല ഭാഷകളിലുള്ള പത്രം വാങ്ങിക്കാറുണ്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഹിന്ദി പേപ്പർ വാങ്ങിച്ച് വൈകുന്നേരം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലോങ് ട്രെയിൻ നോക്കി അതിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ഹിന്ദി പേപ്പർ കൊടുക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോകുമ്പോൾ 3 ഭാഷയിലുള്ള പത്രങ്ങൾ വാങ്ങിക്കും. അവിടെ വേളാങ്കണ്ണിയിൽ പത്രം വിതരണം ചെയ്യും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ പൊതിച്ചോറ് തയ്യാറാക്കും, അത് വിതരണം ചെയ്യും. പിന്നെ വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങളും ആശുപത്രികളും സന്ദർശിക്കും. അവർക്ക് മാസത്തിൽ ഒരു നേരത്തെ ഫുഡിനുള്ള കാര്യങ്ങൾ ചെയ്യും. ആശുപത്രികളിൽ സന്ദർശിച്ച് രോഗികളുമായി സംസാരിക്കും. ചെറിയ ഞങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്തിരുന്നു. കൂടാതെ ഭാര്യ എല്ലാ ആഴ്ചകളിലും
മാളയിലുള്ള ഒരു വൃദ്ധസദനത്തിൽ എല്ലാ ആഴ്ചകളിലും പോയി അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഇത്രയും വലിയ ഉപകാരങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 നന്ദി പറയുന്നു. എനിക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ കോവിഡിനു ശേഷം നമ്മുടെ പള്ളികളിൽ ജനപങ്കാളിത്തം കുറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ നിറയുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണം ഈ കൃപാസനവും കൃപാസനത്തിലെ ഉടമ്പടിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എല്ലാവരും ലൗകിക കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ട് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയും പ്രയത്നിക്കുന്ന ഈ അവസരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ വിമുഖത കാണിക്കുന്ന അവസരമാണ്. എങ്കിലും ഇപ്പോൾ കൃപാസനവും കൃപാസനത്തിൻ്റെ ഉടമ്പടിയും ഉള്ളതുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. അതിന് നേതൃത്വം വഹിക്കുന്ന ജോസഫ് അച്ഛനും ടീം അംഗങ്ങൾക്കും ദൈവത്തിൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് പല ബലഹീനതകളും ഉണ്ടാകാം, നമ്മൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോവുക. അപ്പോഴെല്ലാം നമ്മൾ വിശ്വാസം കൈവിടാതെ ദൈവത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മളെ ഇവിടെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കാൻ കൃപാസന മാതാവുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടെ നമ്മൾ കൃപാസനത്തിലേക്ക് വരിക. ഞങ്ങളിവിടെ കൃപാസനത്തിൽ വരുമ്പോൾ എപ്പോഴും മാതാവ് മുല്ലപ്പൂവിൻ്റെ സാന്നിധ്യം, മുല്ലപ്പൂവിൻ്റെ മണം നൽകി ഞങ്ങളെ സ്വീകരിക്കാറുണ്ട്. അതുപോലെ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും മാതാവിൻ്റെയും ഈശോയുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 27:3. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ 4ാമത്തെ സാക്ഷ്യം ഈ അൾത്താരയിൽ ഇന്ന് പങ്കുവയ്ക്കുമ്പോൾ ഉടമ്പടി ജീവിതം എന്തെന്നും എങ്ങനെയെന്നും നന്നായി മകൻ്റെ വാക്കുകളിലൂടെ ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. ഉടമ്പടി അത് ദൈവത്തിന് ദൈവഹിത പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ്. അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ സമയത്തെയും ആരോഗ്യത്തെയും സമ്പത്തിനെയും വിനിയോഗിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് ദൈവികമായ നന്മകളെ പകരുന്നതിന് വേണ്ടി ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് വാക്കുകളിലൂടെ ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും 4 ദൈവാനുഭവങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. ആദ്യത്തേത് ഒരു സ്ഥലമാറ്റത്തിന് വേണ്ടിയുള്ള നിയോഗമാണ്. അത് എല്ലാവരും സ്ഥലമാറ്റത്തിൻ്റെ സമയമായെന്നും ദൂരദേശത്തേക്ക് പോകേണ്ടി വരുമെന്നും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും പരിശുദ്ധ കൃപാസന മാതാവിലുള്ള അടിയുറച്ച വിശ്വാസവും ശരണപ്പെടലും ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഏറ്റവും സ്ഥിരം ജില്ലയായ തൃശ്ശൂരേക്ക് തന്നെ സ്ഥലമാറ്റം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് ആദ്യം പങ്കുവച്ചത്. രണ്ടാമത്തത് കരിയറിൽ ലഭിക്കേണ്ട ബെനഫിറ്റുകൾ, കരിയർ അഡ്വാൻസ്മെൻറ്റ് ബെനഫിറ്റ്, അത് വളരെ 10-15 വർഷമായി ലഭിക്കേണ്ടത് വളരെ നാളായി മുടങ്ങിക്കിടന്നത്, അത് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിക്കുമ്പോൾ അത്ഭുതകരമായി മറ്റ് അനേകം പേർക്ക് ലഭിക്കാതിരിക്കുമ്പോഴും മകൻ്റെത് അനുവദിച്ച് കിട്ടിയതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. 2 തവണ അപകടത്തിൽ നിന്ന് അമ്മ മാതാവിയുടെ സംരക്ഷണം ലഭിച്ചത്. അതിന് പകരം കാരണം പറയുന്നുണ്ട്. അമ്മയുടെ ചിത്രം, അമ്മയുടെ സംരക്ഷണത്തിൻ്റെ അടയാളമായി എൻ്റെ വാഹനത്തിൽ പതിച്ചിട്ടുണ്ട്. കൃപാസനം പത്രം എപ്പോഴും ഒരെണ്ണം എൻ്റെ വാഹനത്തിൽ ഞാൻ സൂക്ഷിക്കും. കാരണം പോകുന്ന യാത്രകളെല്ലാം അമ്മയുടെ സംരക്ഷണയിലായിരിക്കണം, അമ്മയെ ഓർത്തുകൊണ്ടാകണം എന്നെനിക്ക് നിർബന്ധമുണ്ടെന്ന്. അത് 2 അപകടങ്ങളിൽ നിന്ന് മകൻ സംരക്ഷിക്കപ്പെട്ടതിനെ ഇവിടെ എടുത്തു പറയുന്നു. അതുപോലെ പാമ്പിൻ്റെ ശല്യം ഉണ്ടായ അവസരങ്ങളിലൊക്കെയും അത് കുത്തേൽക്കാതെ അപകടകരമായ അവസ്ഥയിൽ മകന് ലഭിച്ച സംരക്ഷണത്തെയും പ്രത്യേകമാവിധം എടുത്തു പറയുകയാണ്. സഹോദരിയുടെ രോഗാവസ്ഥയിൽ ലഭിച്ച സൗഖ്യത്തെയും സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഭൗതികമായ നന്മകൾക്കൊപ്പം തന്നെ ആത്മീയമായി ലഭിക്കുന്ന കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളും ജീവിതം അതിലൂടെ കുറേ കൂടി വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനും കുടുംബത്തിന് ലഭിച്ച അനുഭവങ്ങളെയാണ് സന്തോഷത്തോടു കൂടി ഇവിടെ അടയാളപ്പെടുത്തുന്നത്, ഏറ്റുപറയുന്നത്.
നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ആത്മവിശുദ്ധീകരണം, നിത്യതയെ ലക്ഷ്യം വെച്ചുള്ളൊരു ജീവിതക്രമം, സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാനുള്ള തീഷ്ണതയുള്ള തീരുമാനമെടുക്കൽ, അതിലൂടെ നമ്മൾ ഉടമ്പടിയുടെ മക്കളായിത്തീരുന്നു, ഉടമ്പടിയുടെ ജനതയായിത്തീരുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സൈന്യനിരക്ക് തന്നെ നാം കാരണക്കാരായി മാറുന്നു. ഉടമ്പടി ജീവിതം നമ്മളെ അതിലേക്ക് വളർത്തുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദ്യമായി ഈ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ കയറി നിന്നുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ അവസരം തന്നതിനെ ഓർത്ത് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഹെലൻ. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2021 ഡിസംബർ 24-ാം തീയതിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ചത് വളരെ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു ഗവൺമെൻറ് ജോലി, ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു ഗവൺമെൻറ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ പ്രായം കൂടിക്കൂടി വരുന്നത് കൊണ്ടും ഇനി ഒരുപാട് സാധ്യതകൾ, പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യതകളില്ലായിരുന്ന സമയത്ത് ആദ്യമായി തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ പരീക്ഷയ്ക്കായിട്ട് പോകുന്നത്. ഉടമ്പടി വസ്തുക്കളെല്ലാം വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടും പരിസ്ഥമ്മയുടെ മാധ്യസ്ഥ അയച്ചുകൊണ്ടും ഞാൻ ആദ്യമായി എഴുതിയ പരീക്ഷ മുതൽ, ഞാൻ 3 പരീക്ഷയാണ് കേരള PSCയിൽ എഴുതിയിരിക്കുന്നത്. അതിൽ 2 പരീക്ഷയിലും എനിക്ക് ഉന്നത വിജയം തന്ന് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ എനിക്ക് സ്വപ്നത്തിൽ എൻ്റെ റാങ്ക് കാണിച്ചു തന്നിരുന്നു. എനിക്ക് LCയിലെ 22ാമത്തെ റാങ്കാണ് കാണിച്ചു തന്നിരുന്നത്. 20ാമത്തെ റാങ്കാണ് കാണിച്ചിരുന്നത്. പക്ഷേ എനിക്ക് വന്നപ്പോൾ 22ാമത്തെ റാങ്കായിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പേര് ഡിലീഷൻ കൊടുക്കുകയും ഞാൻ ആ 20ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് എൻ്റെ റാങ്ക് ഉൾപ്പെടെ എനിക്ക് കാണിച്ചു തന്നിരുന്നു. അതിനുശേഷം എൻ്റെ ചാൻസ് വന്നു. ഞാനിപ്പോൾ 6 മാസമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ആ ഗവൺമെൻറ് ജോലി എന്ന എൻ്റെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. അത് രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്, ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ സ്വന്തമായി ഒരു വീട് സ്ഥലം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഉടമ്പടിയിൽ ഞാനൊരു നിബന്ധനയും വെച്ചിരുന്നു, ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ദേവാലയമുള്ള ഒരു സ്ഥലം. കാരണം ഞങ്ങൾ ഉടമ്പടി എടുത്തത് മുതൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളൊഴികെ ബാക്കി എല്ലാ ദിവസവും തന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ദേവാലയമുള്ള ഒരു സ്ഥലം ആഗ്രഹമായിരുന്നു. അതിനുവേണ്ട സാമ്പത്തികമോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സ്ഥലം പെട്ടെന്നൊരു മനസ്സിലാഗ്രഹം വരികയും ആ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് കാണാൻ പോകുന്നതിന് മുൻപായി തന്നെ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് വചനമെടുത്തു. അപ്പോൾ വചനം എടുത്തിട്ട് അമ്മയ്ക്ക് ഈ സ്ഥലം ഞങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണം, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണെന്ന്. ഞങ്ങളുടെ കയ്യിലൊന്നും സാമ്പത്തികമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിരുന്നില്ല. വചനം തുറന്നു കിട്ടിയപ്പോൾ ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇന്ന് നീ കാലുകുത്തുന്ന ദേശം നിൻ്റെ പൂർവ്വപിതാക്കന്മാരോട് അരുൾ ചെയ്തതുപോലെ നിനക്കും നിൻ്റെ സന്തതി പരമ്പരകൾക്ക് തേനും പാലും ഒഴുകുന്ന ആ നാട് നിനക്ക് ഞാൻ അവകാശമായി നൽകും എന്ന വചനമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം കയ്യിലൊന്നുമില്ലായിരുന്നെങ്കിലും ആ വചനം കണ്ടപ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള സ്ഥലമാണെന്നുള്ളൊരു ബോധ്യമുണ്ടായി. അവിടെ ചെന്നു ഉടമ്പടി ഉപ്പ് ആ സ്ഥലത്തിട്ട് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തരാനായി ആഗ്രഹിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. ഏറ്റവും സന്തോഷം തോന്നിയത് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ 3-4 ദേവാലയങ്ങളാണ് ആ ചുറ്റളവിൽ ഞങ്ങൾക്ക് അവിടെയുള്ളത്. അപ്പം ദിവസവും ദിവ്യബലി നഷ്ടമാകാത്ത രീതിയിൽ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം, സാമ്പത്തികം ഒന്നും ഇല്ലാതിരുന്ന് ഞങ്ങൾക്ക് പല സ്ഥലത്തു നിന്ന് അതിനുവേണ്ട സഹായങ്ങളൊക്കെ ലഭിക്കുകയും
ആ സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായി രജിസ്ട്രേഷൻ ചെയ്ത് ഞങ്ങൾക്ക് സ്വന്തമായി പരിശുദ്ധ അമ്മ തന്ന് സഹായിച്ചു. പിന്നീട് എൻ്റെ ഉടമ്പടിയിൽ, ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു, എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു വഴിയില്ലായിരുന്നു. ഞങ്ങൾ 2-3 വീടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ്, അവരുടെ പറമ്പിൽ കൂടെയാണ് ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ നടന്നു വന്നിരുന്നത്. ഞാൻ അമ്മയോട് ആ ഒരു സ്ഥലം 25 വർഷമായി ഞങ്ങളവിടെ താമസിക്കുന്നു, ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാനത് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ ഉടമ്പടിയുടെ ആ കാലഘട്ടത്തിൽ തന്നെ അത് ഒരു സൈഡ് കാണയാണ്, അതാണ് ഞങ്ങളുടെ വഴി. പക്ഷേ കാണയായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല, അത് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നത്. പക്ഷേ ഞങ്ങൾക്കത് സ്വന്തമായിട്ട് അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്ന സമയത്ത് പഞ്ചായത്തിൽ നിന്ന് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ആ വഴി നല്ല കോൺക്രീറ്റ് ഇട്ട് തരികയും സ്വന്തമായി ഞങ്ങൾക്കൊരു 2 വീലർ വരെ വീടിൻ്റെ മുറ്റത്തേക്ക് വരാൻ പാകുന്ന രീതിയിൽ വളരെ മനോഹരമായൊരു വഴി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ സാധിച്ചു തന്നു. പിന്നീട് ഉടമ്പടിയിൽ വെച്ചിരുന്ന വേറൊരു നിയോഗമായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിൻ്റെ ഡിസ്കുകൾ അകലുന്നുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ചായിരുന്നു, മരുന്ന് കഴിച്ചിട്ടൊന്നും വളരെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് അമ്മയുടെ ഉടമ്പടി തൈലവും കാശുരൂപവും വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. ഞങ്ങൾക്ക് രോഗങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഈ ഉടമ്പടി തൈലവും ഉപ്പും അത് വളരെ വലിയൊരു ഔഷധമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എന്ത് രോഗം വന്നാലും അത് ഉപയോഗിച്ചാൽ ഒരു പൂർണ്ണമായ സൗഖ്യം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്, അത് സാധിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പത്രം കൊടുക്കുകയും പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തി അവരോടൊക്കെ പറഞ്ഞതിൻ്റെ ഫലമായി ഒരു 20ഓളം പേര് ഞങ്ങൾ വഴിയായിട്ട് ഈ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഭക്ഷണപ്പൊതി ഉണ്ടാക്കിയിട്ട് ഞായറാഴ്ചകളിലൊക്കെ പറ്റുന്നത് പോലെ റോഡ് സൈഡിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരെ കാണുമ്പോൾ അവർക്കൊക്കെ അത് കൊടുക്കാനും സാമ്പത്തികമായി വിഷമിക്കുന്നവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ ജീവിതം അത് ഉടമ്പടിയിലൂടെ സാമ്പത്തികവും കുടുംബത്തിലൊക്കെ ഒരുപാട് അനുഗ്രഹമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും വലുതായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഉടമ്പടി എടുത്ത അന്ന് മുതൽ ദിവ്യബലി മുടക്കാതെ 1-2 ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മുടക്കം വരാറുണ്ട്, എന്നാൽ പോലും വളരെ കൃത്യമായിട്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള ഒരു വലിയ കൃപ ലഭിച്ചു. ജപമാല ചൊല്ലാനും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ജപമാല ചൊല്ലാനുള്ള ഒരു വലിയ കൃപ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യാത്രകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ആ സമയങ്ങളിൽ ജപമാല ചൊല്ലിയും പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഓരോ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിത്യാരാധന ചാപ്പലിൽ പറ്റുന്ന സമയങ്ങളിലെല്ലാം പോവുകയും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തന്നെ കുമ്പസാരിക്കാനും അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഉയരാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ കോൺഫിഡൻസ്. എന്ത് പ്രതിസന്ധികൾ വന്നാലും പരിശുദ്ധ അമ്മ കയ്യെ പിടിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി കാശുരൂപത്തിലേക്ക് പിടിച്ചാൽ പരിശുദ്ധ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യം. ആ ബോധ്യത്തോടെ എന്തെല്ലാം തടസ്സം ഉണ്ടായാലും എനിക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാനൊരു ദിവസം ആലപ്പുഴയിലായിരുന്ന സമയത്ത് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. എനിക്ക് അന്ന് തന്നെ ആ സർട്ടിഫിക്കറ്റ് കിട്ടണം. മൺഡേ എനിക്കത് അപ്ലോഡ് ചെയ്യണം സൈറ്റിൽ. അത് സാറ്റർഡേ ഞാൻ ആ 3 മണി സമയത്ത് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അന്ന് എന്നോടൊപ്പം ഇവിടുത്തെ വില്ലേജ് ഓഫീസർ പറഞ്ഞു, പാലക്കാടത്തെ വില്ലേജ് ഓഫീസറിനെ കണ്ട് ആരെങ്കിലും സംസാരിച്ച് ഇന്ന് തന്നെ തരാൻ പറഞ്ഞാൽ മാത്രമേ, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ സമയം ഇവിടെയായിരുന്നു. ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനായിട്ട് ആരുമില്ല. ഈ സമയം എനിക്ക് പാലക്കാട് എത്താനും അവിടുത്തെ വില്ലേജ് ഓഫീസറെ കാണാനൊന്നും സമയമില്ല. അതുകൊണ്ട് 3 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് 5 മണിക്ക് ഉള്ളിൽ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. എന്തായാലും പോകുന്ന
വഴിക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. എനിക്കതിനെപ്പറ്റി വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ല. വീട്ടിലൊരു 10:30 ആയപ്പോൾ എത്തി. ചാർജ് ചെയ്ത് ഫോൺ ആദ്യം തുറക്കുമ്പോൾ തന്നെ ഞാൻ കണ്ട മെസ്സേജ്, അന്ന് ഞാൻ 3 മണിക്ക് അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് എനിക്ക് അന്ന് 5 മണിക്ക് തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതന്ന് തന്നെ തിങ്കളാഴ്ച രാവിലെ PSCയിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ വേറൊരു എൻ്റെ 1 and the same സർട്ടിഫിക്കറ്റ്, അതും ഇതുപോലെ തന്നെ ആ ദിവസമാണ് എനിക്ക് ട്രിവാൻഡ്രത്തിൽ പോകുന്ന ആ ദിവസമാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ കിട്ടിയ ദിവസം 1 മണിയായി. ഞാനന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരുവനന്തപുരത്തിന് പോകുവാണ്. 1 മണിക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് തെറ്റ്. ഞാനതും കൊണ്ട് വില്ലേജ് ഓഫീസിൽ ഓടിച്ചെന്നു. പക്ഷേ വില്ലേജ് ഓഫീസർ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സ്വന്തം പേരിൻ്റെ സ്പെല്ലിങ് തെറ്റിയത് ഇപ്പോഴാണോ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞെങ്കിലും അയാൾ ഇനി ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോകേണ്ടതാണ്. പിറ്റേ ദിവസം എൻ്റെ വെരിഫിക്കേഷനാണ്. അന്നും ഇതുപോലെ ഞാൻ അയാളുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടൊന്നും അയാൾ സമ്മതിച്ചില്ല. അപ്പോൾ അയാൾ നോക്കട്ടെ വൈകുന്നേരം ആകട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ 4 മണി 4:45 വരെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4:45 വീണ്ടും നേരെ ഓപ്പോസിറ്റാണ് വില്ലേജ് ഓഫീസ്. അവിടം വരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പോയി. കയ്യിൽ ഉപ്പ് പിടിച്ചു. വില്ലേജ് ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഞാൻ സൈഡിൽ കയറുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് പേടിയായിരുന്നു. വില്ലേജ് ഓഫീസറിന് അത്ര എന്നെ വഴക്ക് പറഞ്ഞതായിരുന്നു. തരില്ല എന്ന് തന്നെ 100% അയാൾ പറഞ്ഞ കാര്യമാണ്. ഞാൻ എന്തായാലും 4:45 ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ആദ്യം കണ്ട വില്ലേജ് ഓഫീസർ അല്ല. അയാൾ ആകെ മാറിയിരിക്കുന്നു. അയാളുടെ ആ ദേഷ്യപ്പെട്ട മുഖമൊന്നുമല്ല. വളരെ ശാന്തമായി എന്നെ അവിടെ ഇരുത്തി എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു 4:50 5 മണിക്ക് ഉള്ളിൽ ആ സർട്ടിഫിക്കറ്റ് എനിക്കന്ന് അയാൾ സർട്ടിഫിക്കറ്റ് തന്നു. ഞാൻ ഉടനെ അക്ഷയയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്തു. ഞാൻ അന്ന് എനിക്ക് തിരുവനന്തപുരത്ത് പോകാൻ സാധിക്കുകയും പിറ്റേ ദിവസം എനിക്ക് ആ വെരിഫിക്കേഷന് വന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് മിസ്റ്റേക്ക് കാരണം ഒരുപാട് സർട്ടിഫിക്കറ്റ് തിരിച്ചു വിടുകയും വേറൊരു ദിവസമൊക്കെ വരാൻ പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ച് ആ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ളതെന്നൊരു ഉറപ്പിലാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത്. ഞാൻ അവിടെ പോയിരുന്നപ്പോൾ എന്നെ അവർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. എന്നോട് ഇനി കൊണ്ടുവരാൻ പറയുന്ന അവർ കരുതിയിരുന്ന സർട്ടിഫിക്കറ്റ് വരെ ഞാൻ എൻ്റെ കയ്യിൽ കരുതിയിട്ടാണ് ചെന്നിരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് തിരിച്ചു പോരേണ്ടി വന്നെങ്കിലും ആ ദിവസം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നതുകൊണ്ട് അവരുടെ മുമ്പിൽ അഭിമാനത്തോടെ ഒരു തെറ്റും വരാതെ അതെല്ലാം എനിക്ക് അമ്മ സാധിച്ചു തന്നു. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട്. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു കോൺഫിഡൻസാണ് ഇനിയും ജീവിക്കാൻ, ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഏത് വിഷമഘട്ടത്തിലും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പിൽ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു. 6-ാം സങ്കീർത്തനത്തിൽ 3-4 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. മേരി ഹെലൻ തനിക്ക് ഒരു ഗവൺമെൻറ് ജോബ് അത് ലഭിക്കുന്നതിന് വീണ്ടും തൻ്റെ വയസ്സ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടി സമയമില്ല മുൻപിൽ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ മകള് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പരീക്ഷ എഴുതാൻ പോകുന്നു. PSCയുടെ പരീക്ഷ എഴുതി തനിക്ക് 6 മാസം മുൻപ് ഗവൺമെൻറ് ജോലിയിൽ താൻ പ്രവേശിക്കാനുണ്ടായ സംഭവം നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സെൻറ്റ് ഭൂമി പോലും തങ്ങൾക്കില്ലായിരുന്നു, സ്ഥലം വാങ്ങിക്കണമെന്ന് പറയുന്നു. അതിന് കണ്ടീഷൻസൊക്കെ വെക്കുന്നുണ്ട്. പള്ളിയുടെ അടുത്തായിരിക്കണം, പള്ളിയിൽ പോകാനുള്ള മുടക്കൊന്നും ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഉള്ള ഒരു പ്രദേശത്ത് എങ്ങനെ തങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭിച്ചു. ഉപ്പിട്ടൊക്കെ വെഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് തങ്ങൾക്ക് വേണ്ടി അമ്മയൊരുക്കിയ സ്ഥലമായിട്ട് ഇന്നതിനെ കാണുകയാണ്. അതുപോലെ 25 വർഷം തങ്ങൾക്ക് വഴിയില്ല, വീട്ടിലേക്ക് വഴി വരുവാനായിട്ട് യാതൊരു ചാൻസുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതിനു മുമ്പൊക്കെ പല പ്രാവശ്യം വഴിക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. ഒരു കാനയാണ് ഉള്ളത് അവിടെ. അപ്പോൾ ഇതൊക്കെ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് അവിടെ കോൺക്രീറ്റ് റോഡ് വന്നിരിക്കുകയാണ്.
25 വർഷമായിട്ട് തങ്ങൾ പല വാതിലുകളിൽ മുട്ടി തങ്ങൾക്ക് നടക്കാത്തതൊക്കെ വെഞ്ചരിച്ച ഉപ്പ് ആ വഴി എവിടെ വേണമോ അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം പുതിയ വഴികൾ തെളിയുകയാണ്. വഴിയില്ലാത്തവരുടെ മുൻപിൽ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത്. അത് ജീവിതത്തിലെ ഏത് പ്രശ്നമാണെങ്കിലും വഴിയടഞ്ഞു നിൽക്കുന്ന ഏത് പ്രശ്നത്തിനും എങ്ങനെയാണ് പുതിയ പുതിയ സാഹചര്യങ്ങൾ നമുക്കുണ്ടാവുക. അത് വെറുതെ അല്ല ഉണ്ടാകുന്നത്. ഈ മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത വർഷം മുതൽ, ഉടമ്പടി എടുക്കുന്നത് 2021 ആദ്യമായി ഓൺലൈൻ ഉടമ്പടി, പിന്നീടാണ് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടിയും അപ്പോൾ തന്നെ എടുക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ വിശുദ്ധ കുർബാന മുടക്കാൻ ഒരിക്കലും തങ്ങളായിട്ട് ശ്രമിച്ചിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ തങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതുപോലെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ഈ ഒരു മാറ്റങ്ങളാണ്, ഇതാണ് കൃപാസനവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, ഭൗതികമായി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് വേണ്ട എന്നല്ല, അത് വേണം. എന്നാൽ ഇവിടെ നാം വായിച്ച തിരുവചനം പോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങൾ അത് ഈ ലോകത്തിൽ മാത്രം അവസാനിക്കാനുള്ളതല്ല, നിത്യജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ മാത്രമാണ് ഇവിടെ നടക്കുക. അത് ഭൗതികമായ നേട്ടങ്ങൾ. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കുക, അത് ആത്മീയ ജീവിതം നാം എത്രമാത്രം ഉത്സാഹത്തോടെ, ഉണർവോടെ, ബോധ്യത്തോടെ ജീവിക്കാൻ ജീവിക്കുന്നു എന്നതിൽ മാത്രമാണ്. അങ്ങനെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടായി, ചിന്തകളിൽ മാറ്റം വന്നു. ഇന്നിപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. തടസ്സങ്ങളൊക്കെ മാറി തൻ്റെ രോഗി ശുശ്രൂഷയും അതിലോരോന്നിലും എങ്ങനെയാണ് താൻ കർത്താവിനെ കണ്ടുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുക. എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിതത്തിൽ ഒന്നുമില്ലാത്തവളായ എന്നെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബോബി. 2020 ഫെബ്രുവരി 16 ഞാൻ ഈ ഇവിടെ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ 12ാമത്തെ പുതുക്കൽ. എൻ്റെ ഈ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ 3ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഇവിടെ വന്ന സമയത്ത് കൃപാസനത്തിൽ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരിയാണ്. അപ്പം ഞങ്ങളിവിടെ വെച്ച് സംസാരിക്കുകയും അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളൊക്കെ ഒരുമിച്ചാണ് ഇതുവരെ ചെയ്തു വരുന്നത്. അങ്ങനെ അപ്പോൾ എന്നോട് ഇവിടെ വെച്ച് അവളുടെ നിയോഗത്തെ പറ്റിയൊക്കെ പറഞ്ഞു. നിയോഗം വെച്ചതിൽ 1ാമത്തെ നിയോഗമായി വെച്ചിരുന്നത് അവിടെ ഭർത്താവ് വിദേശത്ത് നിന്ന് ജോലി മതിയാക്കി ഇവിടെ നാട്ടിൽ വന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിന് ഉപരി മറ്റ് നിയോഗങ്ങളും വെച്ചിരുന്നു. അപ്പോൾ ആ നിയോഗങ്ങളൊക്കെ പലതും സാധിച്ചു കിട്ടി. പക്ഷേ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്ന അത് സാധിച്ചില്ല. അപ്പം ഒരു കുടുംബത്തിൽ ഒരു ജോലിയില്ലാതെ മുന്നോട്ട് പോവുക പ്രയാസമാണല്ലോ. അപ്പോൾ അത് എനിക്കും അതൊരു വിഷമമായി. അപ്പം ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കലിന് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാനും പ്രീതയും ഒരുമിച്ചാണ് ഇവിടെ ഓരോ ഉടമ്പടി പുതുക്കലിനും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത ഉടമ്പടി പുതുക്കലിന് വന്നപ്പോൾ എൻ്റെ 1ാമത്തെ നിയോഗമായിട്ട് പ്രീതയുടെ ഭർത്താവിൻ്റെ ജോലി ഞാൻ വെച്ചു. ആ അടുത്ത ഉടമ്പടി പുതുക്കലിന് മുമ്പ് തന്നെ അവളുടെ ഭർത്താവിന് ജോലി കിട്ടുകയും ചെയ്തു. അപ്പം അന്ന് നമ്മളിവിടെ വന്ന് അമ്മയുടെ അടുക്കൽ വന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ ഒരുമിച്ച് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹിക്കണേ എന്ന്, അമ്മ അതിനുള്ളൊരു അനുവാദം തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പല പ്രാവശ്യം വന്നെങ്കിലും നമുക്കത് ഇതുവരെ ഇവിടെ ഒരുമിച്ച് നിന്ന് അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ പ്രീത അതിൻ്റെ അവൾക്ക് കിട്ടിയ ബാക്കിയുള്ള നിയോഗങ്ങളും സാക്ഷ്യങ്ങളും പറയും. പിന്നെ ഞാൻ 2 പ്രാവശ്യം ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അമ്മ അനുഗ്രഹം തന്നിട്ടുണ്ട്, അതിനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ 2 പ്രാവശ്യം എൻ്റെ മകൻ്റെ കാര്യവും ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ അൾത്താരയിൽ നിൽക്കുന്നത്
എൻ്റെ ഒരു ജോലി ട്രാൻസ്ഫറിൻ്റെ ഒരു വിഷയം പറയാനായിട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മ കിഡ്നി രോഗിയാണ്. അപ്പോൾ അമ്മയെ നോക്കാനായിട്ട് ഞാനൊരു മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് ദൂരോട്ട് ട്രാൻസ്ഫറായി പോയാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ നിയോഗം വെച്ച കൂട്ടത്തിൽ എനിക്ക് അടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം എനിക്ക് ഇതുവരെ ഇവിടെ തിരുവനന്തപുരത്തു നിന്ന് പുറത്തോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പം ചിലപ്പോൾ പുറത്തോട്ടെങ്ങാനും പോകേണ്ടി വരും എന്ന് ഞാൻ കരുതി വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ തന്നെ എൻ്റെ ട്രാൻസ്ഫർ ഓർഡറിൽ അമ്മ തന്നെ അതിലെ ഉത്തരവിൽ എനിക്ക് അനുചിതമായ ഒരു സ്ഥലത്ത് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ പ്രകാരം അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ വേണ്ടുന്ന ഒരു രീതിയിൽ എനിക്ക് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ അമ്മ തന്നെയാണ് തന്നതെന്ന് എനിക്ക് അറിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞിരുന്ന ഒന്നാമത്തെ സ്ഥലത്ത് തന്നെ അമ്മ എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ തന്നു. പക്ഷേ അവിടെ വേക്കൻസി ഇല്ലായിരുന്നു. വേക്കൻസി ഇല്ലാത്ത സ്ഥലത്താണ് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയത്. അപ്പം ഒരാളെ മാറ്റിക്കൊണ്ടാണ് തന്നത്. അത് വളരെ വിഷയങ്ങളുണ്ടായി. അപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഇതായി. കാരണം 3 വർഷമാവാത്ത ഒരാളെ മാറ്റിയാണ് എനിക്ക് അവിടെ തന്നത്. അപ്പം ഞാൻ പിന്നെ അവിടെ തന്നെ വീണ്ടും പോയി ഏറ്റവും അവിടെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, അത് ഇത്തിരി ദൂരെയാണ്, എനിക്ക് ഒരുപാട് ദൂരെയാണ് സ്ഥലം, എന്നാലും നിന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ അതിനെ അങ്ങ് മനസ്സിനെ പാകപ്പെടുത്തി. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് നിശ്ചയിച്ചിരുന്നത്, ഞാൻ അപേക്ഷിച്ചിരുന്ന ആ സ്ഥലം തന്നെയായിരുന്നു. കാരണം എനിക്കത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഈ ട്രാൻസ്ഫർ ഓർഡറിൻ്റെ ഏറ്റവും അധികാരപ്പെട്ടയാൾ അവിടെ തൊട്ടടുത്തൊരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് വരികയും, അപ്പോൾ പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല, എൻ്റെ ഓർഡർ അവിടെ അത് എഴുതിയത് ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെ ഒരാളെ പുതിയതായിട്ട് വെച്ചിരുന്നല്ലോ, അയാൾ എന്താ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാത്തതെന്ന് ആ ഓഫീസിൽ അതിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഇൻസ്പെക്ഷനായിട്ട് വരികയും ചോദിക്കുകയും, അപ്പോൾ അത് ഇവിടെ കൊടുക്കുക നടക്കുന്ന കാര്യമല്ല, കാരണം ഇവിടെ ഒരാളെ മാറ്റിക്കൊണ്ടാണ് വെക്കുന്നത് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ആ ട്രാൻസ്ഫർ ഓർഡർ പാലിച്ചേ പറ്റുള്ളൂ, ആർക്കാണോ കൊടുത്തത് അവരിപ്പോൾ തന്നെ അവരെ വിളിച്ച് ഇവിടെ തന്ന് ജോയിൻ ചെയ്യാൻ പറയുക എന്ന് പറയുക. അപ്പോൾ എനിക്കത് പൂർണ്ണമായി ഉറപ്പാക്കി അമ്മ തന്ന ജോലിയാണ് അത്, മറ്റൊന്നും സ്വാധീനമോ ഒന്നും അല്ല എന്ന് അമ്മ എനിക്ക് അവിടെ പൂർണ്ണമായും വെളിപ്പെടുത്തി തരികയാണ് ഉണ്ടായത്. ആ നിമിഷം ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് പകരമുള്ള കുട്ടിയോർത്ത് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അതും അമ്മയോട് പ്രാർത്ഥിച്ചു. അവൾക്കും ഇന്ന് എൻ്റെ സ്വന്തം ഒരു അനിയത്തിയെ പോലെ അവളും ഇന്ന് എന്നോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നു. അവൾക്കൊരു നല്ലൊരു സ്ഥലത്ത്, അവൾക്കും ഏറ്റവും യോജിച്ച, അവിടത്തെക്കാളും അവൾക്ക് യോജിച്ച സ്ഥലത്ത് തന്നെ അമ്മ അവളെയും ജോലി ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചു. അതെനിക്ക് ഈ അൾത്താരയിൽ വന്ന് ഞാൻ അമ്മയോട് തിരുക്കുമാരൻ്റെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിനായിട്ടാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിരവധി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ചെയ്തു തരുന്നുണ്ട് അമ്മ. അതുപോലെ ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പം എനിക്ക് വീട്ടിൽ ആദ്യം നല്ല പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാർത്ഥനയോടും മറ്റു കാര്യങ്ങൾക്കൊന്നും പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിലുള്ളവരും ഇതിന് അനുകൂലമായി അവർക്കും വിശ്വാസത്തിലേക്ക് അമ്മയുടെയും ഈശോയുടെയും ആ ശക്തി അവർക്കും വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുവഴി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അത് അമ്മ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗ്ഗമാണെന്ന് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും എൻ്റെ ഈ അടുത്ത് നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരിയോട് തന്നെ ഞാൻ ഈ വിഷമങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നീ ശക്തമായിട്ട് ഞാനും പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ദിവസം അവൾ തന്നെ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിനോടൊന്ന് പറയുക, ഉടമ്പടി എടുക്കാൻ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരിക്കലും പറയാൻ എനിക്ക് പറ്റും. പക്ഷേ ഞാൻ ധൈര്യപൂർവ്വം ഞാൻ പറഞ്ഞു. പക്ഷേ അത് പതിയെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനും വന്ന് ഉടമ്പടി എടുക്കാം. പക്ഷേ ഉടമ്പടി എടുക്കാമെന്ന് വെറുതെ പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാൻ, അടയാളം കൊടുക്കണം അമ്മ, കൊടുത്ത് എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ചെയ്യാനും വിശ്വാസത്തിലേക്ക് എൻ്റെ ഭർത്താവും കൂടെ വരാനും ഉള്ള ഇത് അമ്മ കൊടുക്കണമെന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ ഒരു ഉടമ്പടി പുതുക്കുന്ന കാലാവധിക്ക് മുമ്പേ എൻ്റെ ഹസ്ബൻഡിന് ഒരു ജീവിത മാർഗം, ഒരു നല്ല
നല്ലൊരു ജോലി നൽകി എൻ്റെ ദൈവമാതാവും ഈശോയും അനുഗ്രഹിച്ചു. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യ പ്രവൃത്തികളോ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം എൻ്റെ കൂടെ നിന്ന് ഇവിടെ കൃപാസനത്തിൽ വരാനും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്യാൻ എന്നോടൊപ്പം കൂടി നിന്ന് അനാഥാലയത്തിലും മറ്റ് ചോറുണ്ടാക്കി പൊതിച്ചോറുണ്ടാക്കി കൊണ്ടുകൊടുക്കാൻ ആശുപത്രിയിൽ പോകാനും എന്നോടൊപ്പം എൻ്റെ കൂടെ ഇരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലാനും ഉള്ള അനുഗ്രഹം എൻ്റെ അമ്മ മാതാവ് ഈശോയും തന്നു. ഇതിനെ ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കും. ജീവിതകാലം മുഴുവൻ എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ സ്നേഹത്തിലും കരുതലിലും എൻ്റെ കുടുംബവും മുന്നോട്ട് പോകണമേ. ഇനിയും ഇവിടെ വന്ന് നിരവധി സാക്ഷ്യങ്ങൾ പറയാനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ അമ്മ മാതാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടെ വരാറുണ്ട്. നമ്മൾ മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലും പോയി ഡയപ്പറും സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ വൈകിട്ട് അവർക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി അവർക്ക് വിതരണം ചെയ്യുന്നു. പിന്നെ അവർക്ക് വേണ്ടുന്നവർക്ക് കാശ് രൂപവും ഉപ്പ് തേൻ ഇവയൊക്കെ വാങ്ങിച്ച് പത്രവും ഒക്കെ അവിടെ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോയി അനാഥാലയത്തിൽ സ്ഥിരമായിട്ട് ഞാനൊരു അനാഥാലയത്തിൽ പോവാറുണ്ട്. പോലീസുകാരാൽ എത്തിപ്പെട്ട ഒരു അനാഥാലയം, അതായത് റോഡിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്ന അനാഥാലയത്തിൽ പോയി അവർക്ക് വേണ്ടുന്ന എണ്ണ, പഞ്ചസാര, തേയില അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നു. പിന്നെ അഖണ്ഡ ജപമാല ഞങ്ങൾ ഒരുമിച്ച് എല്ലാ മാസവും ഒരുമിച്ച് ഒത്തുചേർന്നിരുന്ന അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും. ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് എൻ്റെ പേര് പ്രീത. ഞാൻ 2022 ഏപ്രിൽ 22 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അതുവഴി എനിക്ക് സാധിച്ചു കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്ക് ഒരു 3 വർഷമായിട്ട് രാത്രി ആഹാരം കഴിക്കുമ്പോൾ നല്ല വയറുവേദനയും ഗ്യാസും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി പിറ്റേ ദിവസം മുതൽ ഞാൻ ഉപ്പ് വെള്ളത്തിൽ കലർത്തി പ്രാർത്ഥിച്ച് കുടിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഇപ്പോൾ രാത്രി എന്ത് ആഹാരം കഴിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. അതിന് മാതാവിന് നന്ദി. പിന്നെ എനിക്ക് 10 വർഷത്തോളമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ വരുന്ന സമയത്ത് ഗുളിക സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഞാൻ ഗുളിക കഴിക്കുന്നില്ല. എനിക്ക് മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ്. മാതാവിനും ഈശോയ്ക്കും നന്ദി. പിന്നെ എൻ്റെ 1 വർഷത്തോളമായിട്ട് എൻ്റെ നാവിൽ തൊലി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ച് ഗുളിക കഴിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് നിയോഗമായിട്ട് വെച്ചു. ഉപ്പ് വെള്ളത്തിൽ കലർത്തി വാ കഴുകുകയും ഉടമ്പടി തൈലം നാവിൽ തേക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിലും കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. മത്തായിയുടെ സുവിശേഷം 18:20 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ബോബിയും പ്രീതയും കൃപാസനത്തിലെത്തി ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ പരസ്പരം പരിചയപ്പെട്ടവരും ഒരുമിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ അർത്ഥപൂർണമായി മുന്നോട്ട് നയിക്കുന്നവരുമാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുവാൻ ഉള്ള പ്രത്യേക കാരണം ബോബി പ്രീതയുടെ ഭർത്താവിന് ഒരു ജോലി ശരിയാവുന്നതിന് വേണ്ടിയും പ്രീത ബോബിയുടെ ഭർത്താവിന് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ഉടമ്പടി പുതുക്കിയ സമയത്ത് അവരുടെ നിയോഗങ്ങളിൽ ആദ്യത്തേതായി എഴുതി സമർപ്പിച്ചു. കാരണം ക്ലേശങ്ങളിലൂടെ കടന്നുപോയിരുന്ന ആ നാളുകളിൽ അവർ ഒരേപോലെ ഉടമ്പടി ജീവിതത്തെയും അതിൻ്റെ നന്മകളെയും തിരിച്ചറിയുമ്പോൾ ഇത്തവണ പുതുക്കുമ്പോൾ ഞാൻ തന്നെ പ്രീത ബോബിയുടെ ഭർത്താവിന് വേണ്ടി ജോലി കിട്ടുന്നതിനുള്ള നിയോഗം ആദ്യത്തേത് എഴുതാമെന്നും തിരിച്ച് ബോബി അതുപോലെ പ്രീതയുടെ ജീവിത പങ്കാളിയുടെ ജോലിക്ക് വേണ്ടിയുള്ള നിയോഗം എഴുതാമെന്നും അവർ പറഞ്ഞുകൊണ്ട് അപ്രകാരം നിയോഗം എഴുതി സമർപ്പിക്കുകയും ആ ഉടമ്പടി കാലയളവ് തീരും മുമ്പ് തന്നെ അവർക്ക് രണ്ടുപേരുടെയും ഭർത്താക്കന്മാർക്ക് സുരക്ഷിതമായ ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യവും സന്തോഷവുമാണ് ഈ അൾത്താരയിൽ ഇവരെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. രണ്ടുപേരും ക്രൈസ്തവരാണ്. കുറച്ചധികം നാളായി അവരൊരുമിച്ച് ഉടമ്പടിയിൽ ജീവിക്കുന്നു.
കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും സന്തോഷത്തോടെ ഒരുമിച്ച് ചെയ്യുന്നു. അഖണ്ഡ ജപമാല ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ലോകത്തിന് നൽകുന്ന ഏറെ ഗുണമുള്ള ഒരു മാതൃകയാണ്. കർത്താവിനോട് ചേർന്ന് വരുന്നവർ അവർ കൂട്ടമായി അവർ തന്നെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി കൂടുതൽ വഴികൾ തുറന്നെടുക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ദൈവം നൽകിയ ആ നന്മകൾക്ക്, ഭൗതികമായ നന്മകൾക്കപ്പുറം ആത്മീയമായ ബന്ധത്തിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ബോബി ആദ്യം സൂചിപ്പിച്ചത് ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ മൂലം അത് അരികിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് ഇല്ലാത്ത ഒരിടത്ത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് മറ്റൊരാളെ മാറ്റിയാണ് ആ ട്രാൻസ്ഫർ അനുവദിച്ച് ലഭിക്കുന്നത്. അത് മാനസികമായി അല്പം വിഷമമുണ്ടാക്കിയത് കൊണ്ട് അവിടെ ജോയിൻ ചെയ്യാതെ പഴയയിടത്ത് തന്നെ ജോലി തുടരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി വന്ന് പുതിയ ഇടത്ത് ജോലി ചെയ്യുവാൻ വേണ്ടി പബ്ലിക്കായിട്ട് ഒരു യോഗത്തിലത് അറിയിക്കുകയും അങ്ങനെ ട്രാൻസ്ഫർ അത് നിലവിൽ വരികയും ചെയ്തു. എന്നാൽ വേദനിക്കുമെന്ന് കരുതിയ അവിടുന്ന് സ്ഥലം മാറിപ്പോയ വ്യക്തിക്ക് അതിലും അനുകൂലമായ മെച്ചപ്പെട്ടൊരിടത്ത് അത് ട്രാൻസ്ഫർ ലഭിച്ചതിലൂടെ ആ ഒരു മനപ്രയാസവും വിഷമങ്ങളും മാറുകയും ചെയ്തു. അമ്മ മാതാവിൻ്റെ അരികിൽ നാം ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് അതിനെ ശുദ്ധീകരിക്കുകയും അത് കൂടുതൽ നന്മയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ അനുവദിച്ചു തരികയും ചെയ്യുന്നു. ഒരാളെ ഒരിടത്തേക്ക് എത്തിക്കുന്നു എന്നതിൽ മാത്രമല്ല, നമ്മളിലൂടെ അവിടുന്ന് മറ്റൊരാൾ മാറ്റപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ കൂടി കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന വിധത്തിൽ അമ്മ മാതാവ് ഇടപെട്ടുമെന്നാണ് ബോബിയുടെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പ്രീത തൻ്റെ ശാരീരികമായ രോഗസൗഖ്യങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം കൂടുതൽ ക്രിസ്തുവിനെ അറിയുവാനുള്ള ഒരു മാർഗമാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാനുള്ള ഒരു ദൈവവിളിയാണ്. ഉടമ്പടി ജീവിതം പരിശുദ്ധമ്മയുടെ അരികിലേക്ക് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെട്ടുകൊണ്ട് നമുക്ക് ഏതാണോ ഗുണകരമായിട്ടുള്ളത്, അനുകൂലമായിട്ടുള്ളത്, അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ വളർത്തുന്ന ഒരു ജീവിതമാണ്. അതിൻ്റെ സാക്ഷ്യമാണ് രണ്ടുപേരും പറയുന്നത്. ഇവരിലൂടെ മറ്റനേകർ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാനെത്തുന്നു. ഇവരിലൂടെ മറ്റനേകർ അമ്മ മാതാവിനെയും ഈശോതമ്പുരാനെയും തിരിച്ചറിയുന്നു. ഇവരുടെ ജീവിതവും ഇവരുടെ കാരുണ്യ പ്രവൃത്തികളും ഇവരുടെ പ്രേക്ഷിത ജീവിതത്തിലൂടെയും കർത്താവിലേക്കും അമ്മ മാതാവിലേക്കും അനേകരെ അടുപ്പിക്കുവാൻ അവർക്ക് സാധിക്കുന്നുവെന്ന്. ഇതാണ് ഉടമ്പടിയുടെ വലിയൊരു ദൗത്യവും. നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വാർത്തെടുക്കുക. അതിൽ ഈ മക്കൾ നൽകുന്ന വലിയൊരു പ്രേക്ഷിത ചൈതന്യമുള്ള ജീവിതത്തെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് സമർപ്പിക്കാം. അമ്മയുടെ തിരുസന്നിധിയിൽ ഈ ഉടമ്പടി നമുക്ക്